ബീഹാർ തെരഞ്ഞെടുപ്പിലെ പരാജയ ഘടകങ്ങൾ അവലോകനം ചെയ്ത RJD നേതൃത്വം തെറ്റായ ടിക്കറ്റുകൾ വിനയായെന്ന് വിലയിരുത്തൽ. OWൈസി ഫാക്ടറിനെ വില കുറച്ചു കണ്ടത് പലയിടത്തും തിരിച്ചടിച്ചു. പ്രചാരണത്തിലെ ഭോജ്പുരി ഗാനങ്ങൾ പോലും മോശം ഇമേജ് ഉണ്ടാക്കി എന്നും നേതാക്കൾ പറഞ്ഞു. കിഴക്കൻ ചമ്പാരനിലെ മധുബനിൽ നിന്നുള്ള പാർട്ടി നേതാവ് മദൻ പ്രസാദ് സാഹ ലാലു പ്രസാദ് യാദവിന്റെ വസതിക്ക് മുന്നിലെ റോഡിൽ കിടന്ന് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചപ്പോൾ പറഞ്ഞ വാചകം അറം പറ്റിയ പോലെയായി ഫലം വന്നപ്പോൾ. ഇങ്ങനെ മത്സരിച്ചാൽ RJD വെറും 25 സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നായിരുന്നു പ്രവചനം. ഫലം വന്നപ്പോൾ മഹാഗഡ്ബന്ധൻ 243 സീറ്റുകളിൽ 35 മാത്രമാണ് നേടിയത്. RJD 25 സീറ്റിലേക്ക് ഒതുങ്ങി. RJD ശക്തി കേന്ദ്രങ്ങളായ സീമാഞ്ചലിലെ കത്തിഹാർ, പുർണിയ, അരാരിയ, കിഷൻഗഞ്ച്, ഷഹാബാദിലെ ഭോജ്പൂർ, കൈമൂർ, ബക്സർ, റോത്താസ്, മഗധയുടെ ഭാഗമായ ജൊഹാനാബാദ്, അർവാൾ പോലുള്ള മണ്ഡലങ്ങളിൽ RJD തിരിച്ചടി നേരിട്ടത് അപ്രതീക്ഷിതമെന്നും നേതാക്കൾ വിലയിരുത്തി. ചിലയിടത്ത് പാർട്ടിക്കുള്ളിൽ അട്ടിമറി നടന്നു. സരണിലെ തരയ്യ സീറ്റിൽ RJD നോമിനി ശൈലേന്ദ്ര പ്രതാപ് സിംഗ് BJPയോട് നേരിയ വോട്ടിനാണ് തോറ്റത്. നിതീഷ് കുമാർ സർക്കാരിന്റെ മുഖ്യമന്ത്രി മഹിളാ റോജ്ഗർ യോജന പരാജയത്തിന് പ്രധാന കാരണമായി. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് 1.5 കോടി വനിതകൾക്ക് 10,000 രൂപ വീതം നൽകിയത് നിർണായകമായെന്ന് RJD വക്താവ് മൃത്യുഞ്ജയ് തിവാരി പറഞ്ഞു. RJD കുടുംബങ്ങളിലടക്കം ഇത് വോട്ട് ഭിന്നിപ്പിച്ചു. അക്രമവും അശ്ലീലവും പ്രചരിപ്പിക്കുന്ന പാട്ടുകൾ RJDയുടെ പ്രതിച്ഛായ നശിപ്പിക്കാൻ കാരണമായി. പച്ച ഗഞ്ച ധരിച്ച ബൈക്ക് റാലികൾ വോട്ട് ധ്രുവീകരണമുണ്ടാക്കി. മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ 5 സീറ്റുകൾ നേടിയ ഒവൈസിയുടെ സ്വാധീനം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ലെന്നും RJD വിലയിരുത്തുന്നു. RJD സംസ്ഥാന അധ്യക്ഷനടക്കം മുതിർന്ന നേതാക്കൾ പരാജയ കാരണം അന്വേഷിക്കാൻ വിവിധ മേഖലകളിൽ സന്ദർശനങ്ങൾ നടത്തിയിരുന്നു. തുടർന്നാണ് വിലയിരുത്തൽ തയ്യാറാക്കിയത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.